ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിരിക്കുന്ന കുറേ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്തതല്ല, നമ്മൾ കാണിക്കാൻ പോവാണ്. എൻ്റെ കയ്യിലൊക്കെ സാധനങ്ങൾ ശരിക്കും നിങ്ങൾ കാണാൻ ആശ്ചര്യപ്പെട്ടിരിക്കുവാണെങ്കിൽ വീഡിയോ കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നതാണ്, ചുറ്റിക്കയോ കമ്പിപ്പാറോ എന്തെങ്കിലും വെച്ച് അടിച്ചു പൊട്ടിക്കുക. നമ്മുടെ വീഡിയോക്ക് ഒരു നല്ല ലൈക്ക് കിട്ടണമെങ്കിൽ വീഡിയോ മാക്സിമം കാണുന്നവർ ഫോളോ ചെയ്തേക്കണം. ഓക്കെ, ഈ വീഡിയോയ്ക്ക് അത്രയധികം വ്യൂസ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ആ സാധനങ്ങൾ നമ്മൾ കാണിക്കാൻ പോവാണ് ഗൈസ്. ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇനി കണ്ണടയൊക്കെ മാറ്റി വെക്കണം. അപ്പം നമ്മുടെ ആദ്യത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതൊന്നും ആരും കാണാത്തൊരു സാധനമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ എപ്പോഴും ഈ സാധാരണ നമ്മൾ വിളിക്കാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ അതല്ല, നമ്മുടെ കയ്യിൽ ഇപ്പോൾ കാണാൻ പോകുന്ന സാധനമാണ്. ഇപ്പോൾ കാണുന്നത് വിചാരിക്കുന്നത് എന്താ സാധനം ഒന്ന് നല്ലോണം നോക്കിക്കോളൂ. നോക്കി കഴിയുമ്പോഴേ ഞാൻ അത് പറയത്തുള്ളൂ. ഓക്കെ, അപ്പം നല്ലോണം കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സാധനത്തിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടേ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കത്തുള്ളൂ. അതായത് എല്ലാ സാധനങ്ങളുടെ പേര് നമ്മളൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സാധനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഈ നമ്മളെന്തുവാ BP ഒക്കെ എടുക്കുന്ന സമയത്തുള്ളൊരു മെഷീനാണിത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനമാണിത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ സാധനം നമുക്ക് കളിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ BP ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമല്ല. എനിക്കിതൊക്കെ BP ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യമില്ല. ഞാൻ എന്തിനാന്ന് വെച്ചാൽ ഈ സാധനം യൂസ് ചെയ്യുന്നത് ഇങ്ങനെ എടുക്കുന്നു, നമ്മളിങ്ങനെ കളിക്കുന്നു. ഹലോ കൂട്ടുകാരെ, സുഖമാണോ? അതിനുള്ളൊരു സാധനമാണിത്. ഇത് ചെറിയൊരു ഫോണാണ് കേട്ടോ ഈ സാധനം. അപ്പോൾ അതിനായിട്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ നീക്കി കളിക്കുന്ന സാധനമാണിത്. അപ്പോൾ ഇതാണ് എൻ്റെ ഉപയോഗം, വേറെ ഒന്നും പറയില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സാധനത്തിലോട്ട് കിടക്കാം. വെയിറ്റ് ഗൈസ്, അപ്പോൾ അതെടുക്കാൻ കുറച്ച് താമസിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സാധനം. ഈ സാധനത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, കണ്ടു കഴിഞ്ഞു തോന്നുന്നു. അപ്പോൾ ഈ ഒരു സാധനത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റേ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ ഒരു ചെറിയൊരു മുത്താണെന്നായിരിക്കും നിങ്ങൾ വെച്ചേക്കുന്നത്. അതായത് മറ്റേ ഡയമണ്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഇത് കട്ടിയുള്ള സാധനമാണ്. അതുകൊണ്ട് കടിച്ച് കാണിക്കുന്നില്ല. കട്ടിയുള്ള കടിച്ചാൽ നമുക്ക് പല്ലിനൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇരിക്കുമ്പോൾ ഒരു ഗുമ്മിട്ട്. ഓക്കെ, അപ്പോൾ ഈ സാധനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പവറാണ് ഭയങ്കരം. അതായത് ഇതൊന്നും ഒരിക്കലും മാഗ്നറ്റേ അല്ല. മാഗ്നറ്റൊക്കെ നമ്മൾ മൂന്നാമത്തെ സാധനമായിരിക്കും. അതൊക്കെ മൂന്നാമത്തെയാണ് മാഗ്നറ്റ്സ്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് സാധനത്തിനെ കുറിച്ച് പറയാം. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, മുത്തുകൾ മാത്രമാണ്. വെറും മുത്തല്ല, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മുത്തുകൾ. ഇത് ഒരുത്തൻ്റെ തലയിലോ എവിടെയെങ്കിലും കൊണ്ടാൽ അപ്പം തന്നെ ഈ സാധനത്തിന് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി വെരി ഡേഞ്ചറസ് സാധനം. കണ്ടോ, ഇത് കൊട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ ഇത്രയ്ക്കും വലിയ പവർ. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞല്ലോ, ഞാനൊരു പറഞ്ഞത് മുത്ത് തന്നെയാണ്, കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇത് ശരിക്കുള്ള മുത്താണ്. കണ്ടോ, രണ്ട് മുത്തിൻ്റെ കാര്യം അതാണ്. ഇനി ഇതെന്താന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റേ രണ്ട് മുത്തുകളെക്കാളും സ്പെഷ്യലായിട്ടൊരു മുത്താണ്. പക്ഷെ ഈ മുത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കുന്ന ഒത്ത സാധനമല്ല. ഇതെന്തോ തുരുമ്പിച്ചിരിക്കുന്ന പോലത്തെ ഒരു മെറ്റൽ ബോളാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കളിക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാധനമാണിത്. ഇതിങ്ങനെ ചുമ്മാ കയ്യിലിട്ടിങ്ങ് ആട്ടിയിട്ട് കളിക്കുന്ന സാധനമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നതാണ്. അല്ലാതെ ഇതിന് പ്രത്യേക ഉപയോഗമൊന്നും ഇല്ല ഗൈസ്. അപ്പം നമുക്ക് മൂന്നാമത്തെ ലിസ്റ്റോട്ട് ആക്കാം. മൂന്നാമത്തെ ലിസ്റ്റിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പറയാനുള്ള സാധനമുണ്ട്. അതായത് ഒരു മാഗ്നറ്റ്. സാധാരണ ഈ മാഗ്നറ്റുകൾ ഏതൊക്കെ ഷേപ്പുകളെന്ന് വെച്ചാൽ കുറേ ഷേപ്പുകളുണ്ട്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു മാഗ്നറ്റോട്ട് കടക്കാൻ പോകുന്നത്. ഈ മാഗ്നറ്റുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഷേപ്പുകളുണ്ടെന്ന് വെച്ചാൽ സ്ക്വയർ ഉണ്ട്, ട്രയാങ്കിൾ, റൗണ്ട്, പിന്നെ അങ്ങനെ കുറേ ഷേപ്പുകൾ. ഇപ്പം എൻ്റെ ഇരിക്കുന്ന മാഗ്നറ്റാണ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ചുമ്മാ പരിചയപ്പെടുത്തില്ല. അപ്പോൾ നോക്കിക്കോ. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി ഈ മാഗ്നറ്റ് എടുത്തു. ഇനി നമുക്ക് ഈ മാഗ്നറ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ മാഗ്നറ്റാണ്. ഈ മാഗ്നറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ മാഗ്നറ്റിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഏത് സാധനത്തിലോട്ടും നല്ലോണം ആകർഷിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സെറ്റപ്പ് സാധനമാണ് ഈ ഒരു ട്രയാങ്കിൾ മാഗ്നറ്റ്. ഈ മാഗ്നറ്റ് വെറുതെ എവിടെ നിന്ന് ഒരിടത്തും പോയി ഒട്ടൂല. അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഡയമണ്ട് പോലത്തെ സാധനമില്ല, അത് നമ്മുടെ സോഫയാണ്. അപ്പോൾ ഈ സോഫയിൽ കണ്ടോ 1 കിലോ ഒട്ടത്തില്ല കേസ്. ഈ സാധനം എവിടെയെങ്കിലും മെറ്റൽ ഉള്ള സ്ഥലത്ത് മാത്രമേ ഒട്ടത്തുള്ളൂ. അപ്പം ഇതൊരു മെറ്റലാണ്. ഈ ഒരു
നല്ല മെറ്റലാണ്. അപ്പൊ ഇതിലോട്ട് ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ടോ ഗൈസ്, എന്താ സംഭവിച്ചത്? അപ്പൊ ആ സാധനം അവിടെ തലകീഴായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അതെന്താന്ന് വെച്ചാല് ഈ ഒരു മേശ എന്ന് പറയുമ്പോൾ ശരിക്കും അതില് ഈ സാധനം നല്ലോണം ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന സാധനമാണ് നമ്മുടെ മാർബിൾസ്. അപ്പൊ മാർബിൾസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ സാധനങ്ങളുണ്ട് കേട്ടോ. മാർബിൾസ് കൂടാതെ നമ്മൾ വേറെയും കൂടെ പറയുന്നുണ്ട്. ഈ മാർബിൾസിനെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുമ്മാ നിലത്തിട്ട് കളിക്കാനുള്ള സാധനമാണ്. അതായത് ഇതിന് നമുക്ക് കുറേ പേരെയൊക്കെ വിളിക്കാൻ പറ്റും കേട്ടോ. അതെപ്പോഴും ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞുതരാം. ഇതിനെ നമുക്ക് മാർബിൾസ് എന്നല്ലാതെ, മാർബിൾസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്നതാണ്. മലയാളത്തിലൊക്കെ ഇതിനെ പറയുമ്പോൾ ഗോലിന്നും പിന്നെ വട്ടം എന്നൊക്കെ വിളിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വട്ടമല്ല കേട്ടോ, ഇത് വേറെ വട്ടമാണ്. ഈ സാധനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഒരു സാധനങ്ങളുടെ ഉപയോഗം തന്നെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കളികളൊക്കെ പറയാൻ പറ്റില്ല. ഇത് നമുക്ക് ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് നിലത്ത് വെക്കും. നിലത്ത് കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ തട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനത്തെ കളികളൊക്കെ പണ്ടുണ്ടായിരുന്നു. നിങ്ങളതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ യൂട്യൂബ് പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഈ ഗോലികൾ വെച്ചിട്ടുള്ള ഇങ്ങനത്തെ കളികളാണ് നിങ്ങൾക്ക്, അല്ല ഇതുപോലത്തെ കളികളൊക്കെ കിട്ടുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് സാധനം കാണണമെങ്കിൽ നോക്കിക്കോളൂ. ഇതാണ് ആ സാധനം. നല്ല വെറൈറ്റി കളറാണ് കേട്ടോ. നിങ്ങളിതൊക്കെ നോക്കണം. ഇതുണ്ട്, ഇതിൻ്റെ ഒരു നിറം നോക്കി. അകത്ത് ഇനി ഈ വെള്ള പൂ പോലെ നിൽക്കുന്ന സംഭവമാണിത്. ഈ ഒരു ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഓക്കെ, ഭയങ്കരമാണ്. പിന്നെ ഓരോത്തിനെയും ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുവാണ് കേട്ടില്ല. പിന്നെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതൊരു വെള്ള നിറം. ഇത് കാണുമ്പോൾ ഒരു വെള്ളമായിട്ടും പിന്നെ അകത്ത് ഒരു ഓറഞ്ച് പൂവായിട്ടാണ് കാണുന്നതിൻ്റെ. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് അറിയത്തില്ല. ഇതൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ടാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ഇതിൻ്റെ നിറം എന്ന് പറയുമ്പോൾ ഇതിൽ നീല പൂവാണ് ഈ ഒരു മാർബിളിൽ കാണുന്നത്. അടുത്തത് കാണിക്കുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഇതും എല്ലാത്തിൻ്റെയും ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു ഇലകൾ വെച്ചിട്ടാണ്. അതെല്ലാം ഒരു ഇലയാണ് അതൊക്കെ എൻ്റെ തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു പച്ച നിറമാണ്. ഇതിൻ്റെ പച്ച നിറവും പിന്നെ ഇത് ഓറഞ്ച് നിറം. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഓറഞ്ച്, പിന്നെ ഇത് നീല. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ നിറങ്ങളും അങ്ങനെ തന്നെയാണ്. അതായത് അതെല്ലാം ഒരു ലീഫുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇരിക്കുന്ന മാർബിൾ കളക്ഷൻസ്. പിന്നെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി എൻ്റെ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളക്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമ്മൾ നിർത്തുന്നതായിരിക്കും. ആ സാധനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇതെന്ന് വെച്ചാൽ വേറൊരു സ്വിച്ച് മാത്രമാണ്. കണ്ടോ എന്ന് വെച്ചാൽ ഈ മറ്റേ നമ്മൾ ഇയർഫോൺ ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ ഈ കഴുത്ത വെക്കുന്ന പോലത്തെ ഒരു ഇയർഫോണോ ഹെഡ്ഫോണോ അങ്ങനത്തെ സാധനമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പിടിയാണ് എൻ്റെ കിട്ടിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഗിവവായിട്ട് തരത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചുമ്മാ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. ഇതൊരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ കാണിച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉപയോഗം തന്നെ അതിങ്ങനെ വെറുതെ ഇതേണ്ട ചുമ്മാ സാറ്റിസ്ഫൈഡ്. എന്താ സെറ്റപ്പ് നോക്കി ഞെക്കി കളിക്കാൻ പറ്റുന്ന ഒരു സാധനം കിട്ടുക. അല്ലാതെ ഇതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഞെക്കിക്കൊണ്ടിരിക്കുക. നല്ല രസമാണ് ഈ സാധനം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കളക്ഷൻസ്. അപ്പം നമ്മൾ ഇത്രയും കാണിച്ചേക്കാണ് വീഡിയോസ്. അപ്പോൾ ഈ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് എവിടെ നിന്നോട്ട് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഈ പെട്ടി എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഇതെൻ്റെ ഒരു പഴയ ഫോണിൻ്റെ പെട്ടിയാണ്, കൂൾ പാഡ്. അപ്പോൾ കൂൾ പാഡ് നോട്ട് 3 പെട്ടിക്കകത്താണ് എൻ്റെ ഈ കളക്ഷൻസ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ കളക്ഷൻസ് എല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പെട്ടിയാണിത്. അതെന്താ ഞാൻ പറയാത്തെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പെട്ടി കാണിക്കുമ്പോൾ സാധാരണ എപ്പോഴും ഈ കമന്റുള്ള ആൾക്കാരൊക്കെ പറയും എന്താണ് പെട്ടിക്കകത്ത് സാധനങ്ങളൊന്നും കാണാത്തതെന്ന്. അപ്പോൾ ഏത് പെട്ടിയാന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ചുമ്മാ അറിഞ്ഞു വെച്ചോ. ഈ കോഴിപ്പാട് നോട്ട് 3 പെട്ടിക്കകത്താണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ ആദ്യത്തെ സെക്ഷനായിട്ടുള്ള സാധനങ്ങളുടെ വീഡിയോ ഇതാ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ അടിച്ച് പൊട്ടിച്ചേരും. പിന്നെ സബ്സ്ക്രൈബ് ബട്ടനും കുത്തി പൊട്ടിച്ചേക്കണം. ബ്രൂട്ടലായിട്ട് ചെയ്യില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഞെക്ക് അടിച്ചു പൊട്ടിക്കൊന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞാണ്, ഇതൊരു ഷോ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്തുള്ളൂ. ഇതേപോലത്തെ ഇനിയും എൻ്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ തരുന്നു. നന്ദി, നമസ്കാരം.